സാഗരം അല്ലേ? ഇതിന്റെ നടുവിൽ ഞാൻ പല വർഷം പോയി നിന്നിട്ടുണ്ട്. വല്ലാത്തൊരു ആവേശമാണ്. കാരണം വലിയ പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറഞ്ഞ പോലെ ജനലക്ഷങ്ങൾ അണിനിരന്ന് കാണുന്ന ഒരു കൈ ഉയർത്തി താളം പിടിച്ച് അല്ലെന്നറിയാം വലിയ ശബ്ദത്തിൽ ആവേശത്തോടെ ശബ്ദിച്ചുകൊണ്ട് ഈ പൂരം കാണുക എന്ന് പറയുന്നത് ഇതൊരു ജനക്കൂട്ടത്തിൽ അലിഞ്ഞ് നിൽക്കുക. അതിന് വേറെ ഇതില്ല, അതിന് ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല. ഇതിനിടയിൽ ഒരാൾ ഒരു അഭിപ്രായം എഴുതിയിട്ടുണ്ട്, അടുത്ത തവണ സുരേഷ് ഗോപി പ്രധാനമന്ത്രി അവിടെ കൊണ്ടുവരും എന്നൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ലോകമെമ്പാടും കാണുന്ന ഒരു പൂരമാണ്, ലോകത്തുള്ള ആർക്കും വന്ന് കാണാവുന്ന ഒരു പൂരമാണ് മഹാപൂരം, പൂരങ്ങളുടെ പൂരം. അപ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാസമുദ്രം, സമുദ്രം എന്ന് പറഞ്ഞാൽ പോരാ, അതുപോലെ ഒരു പിടി മണ്ണ് മുകളിലേക്ക് ഇട്ടാൽ താഴെ വീഴില്ല എന്ന് പറയുന്ന പോലെ ജനങ്ങൾ എത്തിയിരിക്കുകയാണ്. ചെറുപ്പക്കാരാണ് അധികവും. കാരണം ഒരു യുവതയുടെ ഒരു ആഘോഷം കൂടിയാണ്, ഉത്സവമാണ്. വിശ്വാസത്തോടൊപ്പം തന്നെ ജനങ്ങളെ ദുഃഖങ്ങൾ മറന്ന് സന്തോഷത്തോടെ ഒരു ദിവസം മുഴുവൻ 36 മണിക്കൂർ ആനന്ദത്തിൻ്റെ ആറാടാൻ, ഉത്സവത്തിൻ്റെ ലഹരിയിൽ നിൽക്കാനുള്ള ഒരു മനോഹരമായ ഇതാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന് വർണ്ണനകൾ സാധ്യമല്ല, അതിനപ്പുറത്താണ് തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ മേളം കേൾക്കുന്നുണ്ട്, ഒപ്പം തന്നെ എത്ര മനോഹരമായ കുടകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞയുടെ തന്നെ വളരെ വ്യത്യസ്തമായ നിറം, അപ്പുറത്ത് പല നിറങ്ങളുള്ള കുടകൾ. അപ്പോൾ തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്ന കുട വളരെ വ്യത്യസ്തമായ കുടയാണ്. അപ്പോൾ അപ്പുറത്തുള്ള നിറം പാറമേക്കാവിൻ്റെ വളരെ വ്യത്യസ്തമായ നിറമാണ്. ഇപ്പോഴൊക്കെ സാധാ ഒറ്റ നിറയുള്ള കുടയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മത്സരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി LED ലൈറ്റുള്ള കുടകൾ വരും. വെളിച്ചം പോയിക്കൊണ്ടിരിക്കുകയാണ്. വടക്കുന്നാഥിന് മുമ്പിൽ ലൈറ്റുകൾ തെളിയും, കുറച്ചുകൂടി വർണ്ണാഭമായിരിക്കും കാഴ്ചകൾ. അതിലേക്ക് വരികയാണ്. ആലവട്ടവും വെഞ്ചാമരവും താളനിബിധമായി ഉയർന്നു താഴുന്നു. പുതിയ കുടകൾ വരുന്നു. ആവേശത്തോടെ ജനങ്ങൾ ആർത്തു വിളിക്കുകയാണ്. വലിയ രീതിയിൽ പുതിയ കുടകൾ, പുതിയ നിറങ്ങൾ. വടക്കുന്നാഥിനെ സാക്ഷിയാക്കിക്കൊണ്ട് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ സൗന്ദര്യ മത്സരമെന്ന സങ്കല്പമുള്ള കുടമാറ്റം ലോകത്തെമ്പാടും ജനലക്ഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഇതിൽ പ്രതികരിക്കുന്നുണ്ട്. അത് അമേരിക്കയിൽ നിന്നുണ്ട്, യൂറോപ്പിൽ നിന്നുണ്ട്, ആഫ്രിക്കയിൽ നിന്നുണ്ട്, എല്ലാ പ്രമുഖ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരെയും നമ്മൾ ഹായ് പറയുന്നു. അപ്പോൾ മത്സരം കൂടുതൽ ആവേശകരമായി വരികയാണ്. അത് പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള മത്സരം, അത് വടക്കുന്നാഥിനെ സാക്ഷിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മേളം കേട്ടില്ലേ, മേളത്തിൻ്റെ പെരുമ. എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് മേളം കേൾപ്പിക്കാമെന്ന് തോന്നുന്നു. മേളം ഒന്ന് കേൾപ്പിക്കാവോ? പക്ഷേ ജെയിംസ് സാർ, മേളം ഈ ജനങ്ങളുടെ ആരവത്തിൽ മേളം അങ്ങ് മുങ്ങിപ്പോവുകയാണ്. ഈ കുടകൾ ഇതാ നോക്കൂ ജെയിംസ് സാർ, ഈ കുടകളുടെ പ്രത്യേകത ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന നിറങ്ങൾ ആലേഖനം ചെയ്ത കുടകളാണ്. അപ്പോൾ ഇപ്പോൾ പല നിറത്തിലുള്ള കുടകൾ. ഇപ്പോൾ തിരുവമ്പാടി ഇതാ നോക്കൂ, അതിലെ കോലം എഴുന്നള്ളുന്ന ആനയുടെ പുറത്ത് ഒരു നിറം, ബാക്കിയുള്ള ആനകൾക്ക് വേറൊരു നിറം. അങ്ങനെ ഇപ്പോൾ നോക്കൂ, ഓരോ ആനകൾക്കും ഓരോ നിറമുള്ള ഒരു കുടകൾ നമ്മൾ കണ്ടു. ഇവിടെ തിരുവമ്പാടിയുടെ മഞ്ഞ നിറം, അതാ ഒരു ജെയിംസ് സാർ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സവിശേഷമായ ഒരു മഞ്ഞയാണ്. അത് വെയിൽ കൂടി അതിൻ്റെ മുകളിലേക്ക് അടിക്കുമ്പോൾ ആ മഞ്ഞയുടെ സൗന്ദര്യം കൂടും. ആ മഞ്ഞ തിടമ്പേറ്റുന്ന ആനയ്ക്ക് മാത്രമാണുള്ളത്. മറ്റ് ആനകളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ മറ്റ് ആനകളുടെ പുറത്ത് എന്തുന്നത് മറ്റൊരു നിറമാണ്. അങ്ങനെ എന്തൊക്കെ തരത്തിൽ വ്യത്യസ്തത ഈ കുടമാറ്റത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അതൊക്കെ തിരുവമ്പാടിയും പാറമേക്കാവും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ പാറമേക്കാവും തിരുവമ്പാടിയും അവരുടെ കൈവശമുള്ള സാധാരണ അവരുപയോഗിക്കുന്ന തുടക്കത്തിൽ ഉപയോഗിക്കുന്ന കുടകൾ എടുത്ത് പ്രയോഗിക്കുകയാണ്. അണിയറയിൽ എന്തൊക്കെയാണ് ഒരുങ്ങിയിട്ടുള്ളത് അതിങ്ങോട്ട് വരാൻ ഇരിക്കുന്നുണ്ട്. ആ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്ന കുടകൾ അത് തിരുവമ്പാടിയുടെ കുടകളാണ്. അതിലൊരു ഭാഗത്ത് ഉയർത്തിയതുകൊണ്ട് അടുത്തത് ഉയർത്താൻ വരുന്നുണ്ട്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കുടകൾ ഇങ്ങനെ നടന്നു വരികയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ആ ഭാഗത്തുനിന്ന്. ഇവിടെ പാറമേക്കാവിൻ്റെ പക്കലാണെങ്കിൽ പാറമേക്കാവിൻ്റെ പക്കലുള്ള കുടകൾക്ക് അതും നിറത്തിനൊപ്പം വെയിൽ കൂടി ആ കുടകളിലേക്ക് അടിക്കുമ്പോഴുള്ള ഒരു ഭംഗി, എത്ര മനോഹരമാണ് ആ കാഴ്ചകൾ എന്നത്. ഇപ്പോൾ ആനകളുടെ ചമയവും കുടകളുടെ നിറവും തിടമ്പും കോലവും എല്ലാം ഏതാണ്ട് ഒരേ നിറത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റിങ്ങനെ പ്രകാശിക്കുന്ന ആനകളുടെ മസ്തകത്തിലെ ആനച്ചമയവും അതിലെ ഗോളകളുമൊക്കെ ചേർന്ന് ഒരു വല്ലാത്ത കാഴ്ചാനുഭവം നൽകുകയാണ്. അത് നമുക്ക് ഈ വാക്കുകൾ കൊണ്ടൊക്കെ പറഞ്ഞാൽ എങ്ങും എത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും
അതാണ് അനുഭവം. പൂരക്കാലത്ത് തൃശ്ശൂരിൽ ആ പൂര ദിവസം അതിലൊരു ദിവസമെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്തണം, കാണണം. അത് ഇനിയിപ്പോൾ അതിന് പറ്റുന്ന സാഹചര്യമില്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയാണെങ്കിലും അടുത്ത പൂരത്തിന് വരണം, വന്ന് കാണണം. നമ്മളുടെ കൺമുന്നിൽ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്, നമ്മളുടെ വീട്ടുമുറ്റത്ത് നടക്കുന്ന ഒരു വലിയ അത്ഭുതമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ലോകത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. കേരളത്തെ പറ്റി അത് നമ്മളുടെ ദൈവത്തിൻ്റെ നാടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേരളത്തെ മാർക്ക് ചെയ്യുമ്പോൾ തൃശ്ശൂർ പൂരത്തിലെ ഈ ഫ്രെയിം ആ മാർക്ക് ചെയ്യപ്പെട്ട എല്ലായിടത്തും കാണും. ഇങ്ങനെ രണ്ട് വശത്തും 15 ആനകൾ വീതം നിൽക്കുന്നു. അതിനിടയിൽ ജനസാഗരം, മനുഷ്യ മഹാസാഗരം, ഒരു ജനസമുദ്രം, മനുഷ്യക്കടൽ, അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം നമ്മളുടെ എല്ലാം മനസ്സിലുണ്ട്. അത് കേരളത്തെ പറ്റി ലോകം കാണുമ്പോൾ ഈ ദൃശ്യം കൂടി ചേർത്ത് വെച്ചായിരിക്കും, ഈ ചിത്രം കൂടി ചേർത്ത് വെച്ചായിരിക്കും ലോകം കേരളത്തെ എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ടൂറിസം മാപ്പിലോ ഒക്കെ ആ നിലയ്ക്കാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇവന്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിൽ. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു വർഷം ഈ പൂരത്തിൽ നേരിട്ട് കണ്ട് അതിൽ അലിഞ്ഞ് ഒരു ദിവസം മുഴുവൻ നമ്മളുടെ മുഴുവൻ സങ്കടങ്ങളും മറന്ന് ഒരു ദിവസം, ഒരു പകൽ മുഴുവൻ അതിൻ്റെ ഭാഗമായി പോകണം. അപ്പോൾ